കേട്ടില്ല പറഞ്ഞ. 25 വരെ വർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, അത് കംപ്ലീറ്റ് ആയോന്ന്? ബുക്കില് ഒന്ന് രണ്ട് ഞാൻ ദിവസം എല്ലാ ദിവസവും 2 ചെറുതായിട്ടൊന്ന് പേജ് ലീവായി. 3 പേജ് എങ്ങാണ്ട് വെച്ച് ചെയ്യാനായിരുന്നല്ലേ തന്നെ? അത് ഫോണൊന്ന് അല്ലേ? കട്ടായി. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കേറിയിട്ടില്ലല്ലോ. അതെ. റെക്കോർഡ് കിട്ടിയില്ല മിസ്സേ? അത് കണ്ടിരുന്നു. അതല്ല റെക്കോർഡ് കിട്ടിയില്ലേ? അപ്പൊ ചെറുതായിട്ടേ ഡിലേ ആയതാ. 1-2 പേജസ് കൂടി ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മള് ഓൾറെഡി നമുക്ക് പല ക്ലാസ്സുകളും ഭയങ്കര ഡിലേ ആയിട്ടാണ് പോകുന്നത്. അപ്പൊ അത് മാനേജ്മെന്റ് സൈഡിൽ നിന്ന് ഒന്ന് ചെക്ക് ചെയ്ത് പറഞ്ഞു തരണം, ഒന്ന് ക്ലിയർ ആക്കി തരണേ. ഇപ്പൊ ഇന്നിപ്പോ ഒരു 8 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ആയത്, അതുവരെ നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പൊ അത്രയും സമയം 1 മണിക്കൂർ നിന്ന് പോവുകയാണ് എല്ലാവർക്കും. ടീച്ചേഴ്സ് ആണെങ്കിലും മെന്റർ ആണെങ്കിലും എല്ലാവരും ഒന്ന് കോപ്പറേറ്റ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ എല്ലാ ദിവസവും പോയി കഴിഞ്ഞാൽ അത്ര സമയം നമുക്ക് കിട്ടുള്ളൂ. ഞാൻ ലേറ്റ് ആയിട്ട് ഏതെങ്കിലും ദിവസം നിങ്ങൾക്ക് എന്നെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഞാൻ നിൽക്കാറില്ല. എന്തെങ്കിലും റീസണിൽ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഇൻഫോം ചെയ്ത് പോകുന്നല്ലാതെ എല്ലാ ക്ലാസ്സിലും ഇങ്ങനെയാവുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ നിങ്ങൾ ടീച്ചേഴ്സാണ്, നിങ്ങളും അതിൻ്റെതായ രീതിയിൽ മുമ്പോട്ട് പോവുക, വർക്കുകളും കാര്യങ്ങളും പെൻഡിങ് ആക്കാതെ. ഇപ്പൊ നമുക്കിന്ന് തേർഡിലെ 25th വരെ കഴിഞ്ഞ ക്ലാസ്സിൽ വർക്ക് തന്നത്. അപ്പൊ അത് കംപ്ലീറ്റ് ആയെന്ന് വിചാരിക്കുന്നു. 26 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇൻ കേസ് കംപ്ലീറ്റ് ആവാത്ത ആളുകൾ അത് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് തീർത്തേ പറ്റുള്ളൂ. കാരണം നമുക്ക് അതിന്റെ മുകളിൽ ഇനിയും ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയങ്ങൾ ഇനിയും കുറയും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്ത ആളുകളെ കറക്റ്റായിട്ട് പോകുന്ന ആളുകളെ നോക്കിയിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ബാക്കിയുള്ളത് റെക്കോർഡ്സ് നോക്കി അതിന്റെ വർക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ അത് ക്ലിയർ ചെയ്ത് പോവാം. ഈ ഒരു 25 വരെ ചെയ്തതിൽ ആർക്കെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും കിട്ടാത്ത ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മൾ മാർക്ക് ചെയ്ത് വെക്കാനായിട്ട്. അങ്ങനെ എന്തെങ്കിലും ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. ഇല്ല, എല്ലാം സോൾവാ? ഓക്കെ. ഇപ്പൊ ഇനി 26 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേന്ന്? ഇപ്പൊ 26 വിത്തൗട്ട് അല്ലേ വരുന്നേ? എല്ലാരും എടുത്തോ? അപ്പൊ സ്റ്റാർട്ട് ചെയ്തോളൂ. മാം, എന്റെ കയ്യിൽ ബുക്ക് എത്തിയിട്ടില്ല. എനിക്ക് ആരെങ്കിലും ഒരു പേജ് ഒന്ന് സെൻഡ് ചെയ്ത് തരാൻ പറ്റുമോ? ഇതുവരെ ബുക്ക് കിട്ടിയില്ല? ഇല്ല, നമുക്ക് വാങ്ങാൻ PDF ഗ്രൂപ്പിൽ ഇട്ടിട്ടില്ലേ? ഏത്, ഈ പേജിന്റെതോ? ആ ടെക്സ്റ്റ് ബുക്കിന്റെ PDF കിട്ടിയില്ല? ഇല്ലല്ലോ. ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്തവർ വേറെ ആരെങ്കിലും ഉണ്ടോ ക്ലാസ്സിൽ? അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ PDF കളക്ട് ചെയ്ത് വർക്ക് ചെയ്യണം. 25th പേജ് പറഞ്ഞാൽ 3rd ലെവലിന്റെ പകുതി എത്തി നമ്മള്. അപ്പൊ ഇനിയും ബുക്ക് ഇല്ലാതെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ അതിന്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പോ അതുകൊണ്ട് നിങ്ങൾ ആ PDF കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കളക്ട് ചെയ്യുക. ബുക്കിന്റെ ട്രാക്കിംഗ് ID എന്തെങ്കിലും വാങ്ങിയിട്ട് അത് എവിടെ എത്തി കളക്ട് ചെയ്യാറായോ എന്നുള്ള ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിട്ടോ. ഇപ്പൊ ഈ പേജ് ഒന്ന് ആരെങ്കിലും ഒന്ന് സെൻഡ് ചെയ്ത് തരാൻ പറ്റുമോ? ഒന്ന് ആരെങ്കിലും ഗ്രൂപ്പിൽ ഇടാം. എന്റെ ബുക്കിലുള്ളതൊക്കെ ഓൾറെഡി ഫില്ല് ചെയ്തതാ. ആൻസേഴ്സ് എഴുതി പോയതുകൊണ്ട് ചെയ്യാത്ത ആരെങ്കിലും ഒരു 1-2 പേജ് ഗ്രൂപ്പിലിടോ. ആരോ സെൻഡ് ചെയ്തിട്ടുണ്ട്. പേഴ്സണലി അയച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ മിസ് അത് നോക്കിയിട്ട് എന്ത് ചെയ്യാലോ, നമ്പർ ഇട്ടിട്ട് 1 2 3 നമ്പർ ഇട്ടിട്ട് ആൻസേഴ്സ് എഴുതി പോയാൽ മതി കേട്ടോ. നാളെയല്ലേ നമ്മളെ ടീച്ചേഴ്സ് നമ്മളെ ഡിക്റ്റേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? പ്രാക്ടീസ് സാറ്റർഡേ അല്ലേ പറഞ്ഞേ? അല്ലേ? അങ്ങനെയൊന്നും എനിക്കൊരു സംശയം. അങ്ങനെ നിങ്ങളുടെ ബാച്ച് അല്ലായിരുന്നോ? 2 ദിവസത്തിൽ ഒരു ദിവസം അപ്പൊ സാറ്റർഡേ ചെയ്യാന്ന് പറഞ്ഞില്ലായിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് നാളെ എടുക്കാം. നാളെ ആക്കണ്ട, ഇന്നാക്കാം. ഇത്രയും പേരുണ്ട്. സാധാരണ എക്സാം പരിപാടി പറഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ആരെയും കാണില്ല. ലാസ്റ്റ് നമ്മൾ ആളില്ലാതെ പരിപാടി മാറ്റി വെക്കുന്ന പരിപാടി സ്ഥിരമായിട്ട് പോകുന്നത്. കുറെ പേര് വീഡിയോ സ്റ്റെക്ക്, എന്റെ നെറ്റ്വർക്കിന്റെ പ്രശ്നമാണോന്ന് അറിയില്ല, ഇടയ്ക്കിടയ്ക്ക് സ്റ്റെക്ക് ആവുന്നുണ്ട്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. വിത്തൗട്ട് നമ്മൾ പറഞ്ഞു തന്ന രീതിയിൽ തന്നെ ചെയ്തു നോക്കണേ.
ഇതിൽ ലെവൽ 2 എക്സാം എഴുതാത്തവരാരൊക്കെയുള്ള ലെവൽ 2 എക്സാം അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാര്? ഞാൻ ചെയ്തിട്ടില്ല. ഞാനും ചെയ്തിട്ടില്ല മാം. ഞാൻ ലെവൽ 2 ക്ലാസ് കണ്ടു വരുന്നേ ഉള്ളൂ, എന്നാലും ചെയ്തിട്ടില്ല, എക്സാം എഴുതിയിട്ടില്ല. മിസ്സേ, ആ ഇത് ഫസ്റ്റ് മുതൽ എനിക്കൊന്ന് പറഞ്ഞുതരുമോ? ഞാൻ ഈ ലെവൽ ഏതാ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇതെന്താ സംഭവം? റെക്കോർഡ്സ് കാണാന്നല്ലാതെ ഇപ്പൊ ഇതിലൊക്കെ ഞാൻ എന്താ പറയണ്ടേ? എനിക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നാ മതി ഫസ്റ്റത്തെ. കാരണം എനിക്ക് നിങ്ങളെ ബാച്ചിൽ നിങ്ങളെ മാനേജർ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? യെസ്. ഒത്തിരി ആബ്സെന്റുകളാണ് ഈ ക്ലാസ്സിൽ. ക്ലാസ് കയറാൻ ശരിക്കും മടിയ. ആകെ ഇവിടെ ഒരു 3, 4, 5 ആൾക്കാരെ ക്ലാസ് കയറുന്നുള്ളൂ. എന്താണ് ഷഫ്ന മിസ്സേ, ഇത്രയും ആളുകളുള്ള സ്ഥിതിക്ക് ഇതിന്റെ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമാക്കിയിട്ട് ഇറങ്ങി നിങ്ങളൊന്ന്. പല സാനിയ മിസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോ ആൾക്കൊക്കെ ഒരു കണ്ടിന്യൂഷൻ പോയി. പോയി. അല്ലേ? മിസ് തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ കറക്റ്റ് ക്ലാസ്സിൽ കയറി നല്ലപോലെ വർക്ക് ചെയ്തിട്ട് ഫസ്റ്റ് ഫിനിഷ് ആവുന്ന ഒരാളായിരുന്നു സാനിയ മിസ്. ഹസനത്ത് മിസ് കഴിഞ്ഞാൽ പിന്നെ മിസ് ഓൾറെഡി പഠിച്ചിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അത് കഴിഞ്ഞാൽ പോകുന്നതായിരുന്നു സാനിയ മിസ്. പക്ഷെ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് മിസ്സാക്കി എല്ലാം പോയി. പക്ഷെ ഇവിടെ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല പ്രോഗ്രസ് ഉണ്ടെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കഴിഞ്ഞ എക്സാം കഴിഞ്ഞപ്പോൾ റെക്കോർഡ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അത്യാവശ്യം എല്ലാവർക്കും മാർക്ക് ഉണ്ടായിരുന്നു അല്ലെ? കുറഞ്ഞു പോയ ആളുകൾക്ക് അറിയാം അവർ എത്രത്തോളം ക്ലാസ് അറ്റൻഡ് ചെയ്തു എന്നും അവർ എത്രത്തോളം വർക്ക് ചെയ്തു. അല്ലാതെയുള്ള ആളുകൾക്കൊക്കെ അത് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ മാക്സിമം നിങ്ങൾ ക്ലാസ് എല്ലാവരുടെ അടുത്തും കൂടിയാണ് ക്ലാസ് മിസ്സാക്കാതെ. എന്ത് എമർജൻസി ഒന്നും കേൾക്കാനുള്ള രീതിക്ക് ക്യാമറ ഓൺ ചെയ്തില്ല, ഇതിന്റെ ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ. എന്നിട്ട് നിങ്ങൾ കേൾക്കാനുള്ള രീതിയിൽ എന്തെങ്കിലും ഇരിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ലെവൽ 3 എനിക്ക് തോന്നുന്നു പകുതി എത്തിയിട്ടുണ്ട്. 25th പേജ് വരെ കഴിഞ്ഞ് 26 അപ്പൊ ചെയ്യണ്ടേ. അപ്പൊ ഇതില് നമ്മൾ വരുന്നത് മെയിൻലി 3 ഡിജിറ്റ്സിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതേപോലെ വിത്തൗട്ട് അബാക്കസും ആണ് വരുന്നത്. അതിലെ പേജ് നമ്പർ എവിടെ മുതലാണ്? നമ്മുടെ ബീഡ്സിന്റെ പിക്ചറും അതേപോലെ നമ്പേഴ്സും മിക്സ് ആയിട്ട് വരുന്ന ആ പേജ് മുതലാണ് നമ്മുടെ വിത്തൗട്ട് അബാക്കസ് വരുന്നത്. ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നത് കുറച്ച് പേജസിൽ ഓൾറെഡി ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ബീഡായിട്ടാണ് കൊടുത്തത്, വാല്യൂ നമ്പർ അല്ല. അപ്പൊ 8 വാല്യൂ വരുന്ന ബീഡാണ് അവിടെ കൊടുത്തെങ്കിൽ ആ 8 പ്ലസ് താഴെയുള്ള നമ്പർ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ഇതിന്റെ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ ഇവിടെ മിസ്സിന് അറിയാലോ വിത്തൗട്ട് അബാക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അബാക്കസ് ഇല്ലാതെ അബാക്കസ് നമ്മുടെ മുൻപിൽ ഇമാജിൻ ചെയ്തുകൊണ്ട് ചെയ്യേണ്ട ഒരു വർക്കാണ് വിത്തൗട്ട് അബാക്കസ്. ഈ വിത്തൗട്ട് അബാക്കസ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ നോർമലി ഉള്ള മെന്റൽ മാത്സ് പോലെ അല്ലെ മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് പറ്റും, പിന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻപിൽ ഒരു ടൂൾ ഉള്ളതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഏറ്റവും സിമ്പിൾ ആയിട്ട് എന്റെ പുറകിൽ ഒരു ടൂൾ വേണം. ഇതേപോലെ ഈ ഒരു സാധനം നമ്മുടെ മൈൻഡിലോട്ട് ഈ പിക്ചർ കൊണ്ടുവരാം. ആ ടൂളില് നമ്മൾ ഓരോ ബീറ്റ്സും ആഡ് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്ത് വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് ഒരു വലിയ ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ ഒരു മെത്തേഡ് കറക്റ്റ് ആയിട്ട് എല്ലാവരും ഫോളോ ചെയ്യുക. സാനിയ മിസ്സേ പറഞ്ഞ മനസ്സിലാണ്ടായിരിക്കുന്നു. നമ്മുടെ മുൻപിൽ ഒരു ടൂള് കൊണ്ടുവരാം. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ, ഒരിക്കലും ഞാനത് സജസ്റ്റ് ചെയ്യില്ല, വേണമെങ്കിൽ നിങ്ങളുടെ ടൂള് നിങ്ങളുടെ മുൻപിൽ വെച്ചിട്ട് അതിൽ നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യാം, ആഡ് ചെയ്യുന്ന പോലെ ഇമാജിൻ ചെയ്യാം. ആ ടൂള് കാണുമ്പോൾ നമുക്ക് ഓരോ ബീഡും കൃത്യമായിട്ട് കൊണ്ടുവരാം. പിന്നെ നമുക്കത് വിഷ്വലി നമ്മുടെ മുൻപിലോട്ട് കൊണ്ടുവരുന്ന രീതിയിൽ ചെയ്യാം, ഒട്ടും പറ്റുന്നില്ലെങ്കിൽ. പക്ഷെ കഴിയുന്നതും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മുമ്പിൽ ഒരു ടൂളുള്ളത് വയ്ക്കുക, ഫിംഗേഴ്സ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുക, അങ്ങനെ തന്നെ പഠിക്കുക. ഓരോ റോഡിനും ഏത് ഫിംഗർ ആണോ യൂസ് ചെയ്യുന്നത് ആ റോഡ് അങ്ങനെ തന്നെ പഠിക്കുക. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ അങ്ങനെ പഠിച്ചാലേ നമുക്കത് പെട്ടെന്ന് എന്താ പറയാ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ ബീഡ്സ് ഫിംഗർ ഒന്നും യൂസ് ചെയ്തില്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് ആൻസേഴ്സ് ഒക്കെ കിട്ടും. പക്ഷെ ആ തുടക്കത്തിൽ നമ്മൾ എന്താണ് ബേസ് ആയിട്ട് തന്നെ പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്കും കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും അവരെയും പഠിപ്പിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പൊ ആദ്യം നമ്മൾ ഫിനിഷ് ആയി. ഓക്കെ മിസ്സേ. അപ്പൊ ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മുടെ യൂണിറ്റ് റോഡാണ്. യൂണിറ്റ് റോഡിൽ നമ്മൾ നമ്പേഴ്സ് ആണ് ഫസ്റ്റിലത്തെ റോഡുകളെല്ലാം വരുന്നത്. അപ്പൊ യൂണിറ്റ് റോഡിൽ ഇപ്പൊ 4 ആണ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് 4 വരുമ്പോൾ പിന്നെ നമ്മുടെ മുമ്പിൽ ഇമാജിൻ ചെയ്യുന്ന പിക്ചർ ആയിരിക്കണം 4 ബീഡ്സ് ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു അബാക്കസ് ആയിരിക്കണം നമ്മുടെ മുൻപിലുള്ളത്.
നെക്സ്റ്റ് ആഡ് 6 എന്ന് പറഞ്ഞാൽ ആഡ് 5 എന്ന് പറഞ്ഞാൽ again നമ്മൾ 5 നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ യൂസ് ചെയ്ത് 5 ആഡ് ചെയ്തു. ദെൻ ടോട്ടൽ നമ്മൾ കൗണ്ട് ചെയ്യണം നമ്മുടെ, എന്നിട്ട് വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട്. ഓക്കെ, ഇപ്പോ ഞാൻ വീണ്ടും വീണ്ടും പറയാം, എല്ലാവരുടെ അടുത്തും പറയുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യരുത്. കാരണം മറ്റ് ആളുകൾക്ക് പറ്റിയിട്ടുള്ള അബദ്ധമാണ്. നമ്മൾ എത്ര പറഞ്ഞാലും ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് തുടക്കത്തിൽ, പക്ഷേ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ ഇത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ഇതായിരിക്കും. അപ്പൊ ചില ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ സാധാരണ 5, 3, 8 എന്നുള്ള കൂട്ടുന്ന രീതിയിൽ കൂട്ടും. പക്ഷെ 3 ഡിജിറ്റും 4 ഡിജിറ്റും നമ്പർ എത്തുന്ന സമയത്ത് തീരെ പറ്റില്ല. 2 ഡിജിറ്റിന്റെ മേലോട്ട് ചെയ്യാനേ പറ്റാതെ സ്റ്റക്കായി നിൽക്കുന്ന ടീച്ചേഴ്സ് നമ്മളെ മുമ്പിലുണ്ട്. അപ്പോഴാണ് നമ്മൾ അയ്യോ ഇത് വീണ്ടും പഠിക്കാൻ, അല്ലെ അന്ന് അങ്ങനെ നോക്കിയാൽ മതിയായിരുന്നു വിചാരിക്കും. അപ്പൊ പിന്നെ നമുക്ക് വീണ്ടും പഠിക്കൽ നമുക്ക് മടിയായിരിക്കും. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ കുറച്ച് സമയം എടുത്ത് റിലാക്സ് ചെയ്ത് ചെയ്താലും കുഴപ്പമില്ല. പഠിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കും. പിന്നെ 3 ഡിജിറ്റ്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരുന്നത്. 3 ഡിജിറ്റ്സിന്റെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ ഫോർമുലാസ് കൂടുതലും യൂസ് ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ ടെൻസ് റോഡിലായിരിക്കും. അപ്പൊ ടെൻസ് റോഡിൽ നമ്മൾ ഫോർമുല യൂസ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ആഡ് 46, ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ആഡ് 46 എടുത്തു, ആഡ് 65 ആണ് അടുത്ത നമ്പർ എങ്കിൽ 60 നമുക്ക് ആഡ് ചെയ്യാനില്ല. ടെൻസ് റോഡിൽ നമുക്ക് 60 ആഡ് ചെയ്യാനില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ 6ന്റെ ഫോർമുലയാണ് യൂസ് ചെയ്യുക. ആഡ് 6 ഈക്വൽ -4 ആഡ് 10. അപ്പൊ ഈ -4 എന്ന് പറഞ്ഞാൽ ടെൻസ് റോഡിലാണ് ചെയ്യേണ്ടത്. ടെൻസ് റോഡിലെ 4 എന്ന് പറഞ്ഞാൽ എത്രയാ? 40 ആണ്. ഓക്കെ, അപ്പൊ -40 ആഡ് 10ന് പകരം നമ്മൾ ചെയ്യേണ്ടത് എത്രയാണ്? ആഡ് 100 ആണ് നോർമലി. ഇനി നമ്മൾ 100 റോഡിലാണ് ഈ ഫോർമുല യൂസ് ചെയ്യേണ്ടതെങ്കിൽ, ഇപ്പൊ തേർഡ് ലെവൽ വരുമ്പോൾ 3 ഡിജിറ്റ്സിന്റെ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ 100 റോഡിൽ ഒരു 200 ആഡ് ചെയ്യാനില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 100 റോഡിൽ ഇപ്പൊ -8 ആ ചെയ്യണമെങ്കിൽ 100 റോഡിൽ നിന്നും -8 ചെയ്യും. ആഡ് 10ന് പകരം ആഡ് 1000 ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ ഇതില് നമ്മളെ 100 ബുക്ക് ഞാൻ എടുത്തു വെച്ചിട്ട് തിരിച്ചെടുത്തു വെച്ചു 4th ടൈപ്പ് 100 റോഡില് നമ്മളെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇപ്പൊ 325 ആ ഒരു ടൈപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യനകത്തൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ഒരു ഡൗട്ടാണ്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞത് ചുമ്മാ 444. നിങ്ങൾ ജസ്റ്റ് ടൂൾ ഒന്ന് ചെയ്ത് നോക്കി. 444 ആഡ് 333. നെക്സ്റ്റ് ആഡ് 555. ഇവിടെ നമുക്ക് റോഡിലൊന്നും എന്തില്ല, 5 ആഡ് ചെയ്യാനില്ല. 500 ഇല്ല, 50 ഇല്ല, 5 ആഡ് ചെയ്യാനില്ല. അപ്പൊ 3 റോഡിൽ നമ്മൾ 5ന്റെ ഫോർമുല യൂസ് ചെയ്യണം. ആഡ് 5 ഈക്വൽ -5 ആഡ് 10. ഇപ്പൊ യൂണിറ്റ് റോഡ് നിങ്ങൾ തുടങ്ങുന്നെങ്കിൽ ആഡ് 5 ഈക്വൽ ആഡ് 10 -5. നെക്സ്റ്റ് ടെൻസ് റോഡിൽ വരുമ്പോൾ ആഡ് 100 -50. ഇനി 100 റോഡിൽ 500 ആഡ് ചെയ്യുമ്പോൾ ആഡ് 1000 -500. ഇങ്ങനെയാണ് നമ്മൾ വരേണ്ടത്. ചെയ്തു പോകുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട്, അല്ലെങ്കിൽ നല്ലത് നിങ്ങൾ 100s തന്നെ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതാട്ടോ. അതാണ് കുറച്ചുകൂടി എളുപ്പം. വൺസ് എന്ന് ചെയ്യാതെ ഇപ്പൊ 325നോട് 135 ചെയ്യണമെങ്കിൽ ആദ്യം 100 ചെയ്യുക, എന്നിട്ട് 30 ചെയ്യുക, എന്നിട്ട് 5 ചെയ്യുക. അപ്പൊ നമുക്ക് തെറ്റിപ്പോവാതെ കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ട് ആൻസർ കിട്ടാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ആവും. ഓക്കെ, അപ്പം ഇനി ഇതിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്ന ഡൗട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെച്ച് ക്ലാസ് ചെയ്യുക. കാരണം എല്ലാവർക്കും അത് യൂസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ. ഇപ്പൊ വിത്തൗട്ട് അബാക്കസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? വിത്തൗട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ ബാക്കി വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്? അതായത് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോയ ആളുകൾക്ക് ഇപ്പൊ ഏകദേശം ഓക്കെ ആയോ, അല്ലെങ്കിൽ ഇപ്പോഴും ടഫ് തന്നെയായിട്ട് ഇരിക്കുകയാണോ? വലിയ പ്രശ്നമില്ല, മാറ്റം വന്നിട്ടുണ്ട്. കുറച്ച് ടൈം എടുക്കും, പക്ഷെ ആ കുഴപ്പമൊന്നുമില്ല. അതേ ഉള്ളൂ മിസ്സേ. അത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്തായാലും പുതിയൊരു സാധനമല്ലേ, വിത്തൗട്ട് നമ്മൾ ഇതുവരെ ചെയ്ത രീതിയിലും അല്ല. പിന്നെ നമ്മളിപ്പോ പ്രത്യേകിച്ച് നമ്മൾ ഭയങ്കര മടിയന്മാരായി പോയി. കാരണം നമ്മൾ അങ്ങനെ കണക്കുകളൊന്നും കൂട്ടുന്നില്ല. എന്ത് ചെറിയ നമ്പർ ആണെ പോലും എന്ത് ചെയ്യും, വേഗം കാൽക്കുലേറ്റർ എടുത്തിട്ട് കാൽക്കുലേറ്റർ അടിച്ചു നോക്കും. അപ്പൊ എന്താ, ആ ഒരു സൗന്ദര്യത്തിലോട് വന്നതോടുകൂടി നമ്മൾ എന്തായി, നമ്മൾ തീരെ നമ്മളെ ബ്രെയിൻ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ചെയ്യാത്തൊരു സാധനം നമ്മൾ പുതിയതായിട്ട് അഡാപ്റ്റ് ചെയ്ത് വരിക. അപ്പം കുറച്ചൊരു സമയം എടുക്കും നമ്മൾ ചെയ്യാത്തൊരു സാധനം ആയതുകൊണ്ട്. പക്ഷെ പിന്നെ പിന്നെ എന്താണ്, നമ്മളത് കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം നിങ്ങൾക്ക് ആർക്കും പൂജ ഹോളിഡേ ഇല്ലാത്തതുകൊണ്ട് വർക്ക് അങ്ങനെ തന്നത്. എല്ലാ ദിവസവും കറക്റ്റ് ചെയ്യാം. ആ ചെയ്യുന്നതിന്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും. ഇനിയുള്ള ദിവസങ്ങളിലും അതിപ്പോ നാളത്തേക്ക് ഹോംവർക്ക് ഇല്ല, നാളെ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമുക്ക് ഇതേപോലെ തന്നെ വർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും വരില്ല. നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും. എന്റെ മാം ഒരു അടുത്താണോ? പ്രോബ്ലം ചെയ്തുതരുമോ? ഓ, എന്തോ? ഒരു പ്രോബ്ലം ചെയ്തുതരും ഇതില്. ഏതിലാ മിസ്സേ?
ഒരു മിസ് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞോളി. അതാ 25th ഫസ്റ്റ് ക്വസ്റ്റ്യന് ആദ്യം 2 ബീഡ് 2 പിന്നെ 3 -1 +8. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാമോ? ഓക്കെ 2 ബീഡ് ഫസ്റ്റ് 2 ബീറ്റ്സ്. അപ്പൊ ആഡ് 2 ചെയ്യാം നമ്മള്. യൂണിറ്റ് റോഡിൽ നമ്മൾ എന്ത് ചെയ്യാം? ടൂൾ എടുക്കാൻ പാടില്ല. നമ്മുടെ മുമ്പിൽ ഇമാജിൻ ചെയ്ത ടൂളിൽ നമ്മൾ 2 ബീറ്റ്സ് ആഡ് ചെയ്തു. നെക്സ്റ്റ് ആഡ് 3 ആഡ് 3 നമുക്ക് അവിടെ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആഡ് 5 -2. അവിടെ നമ്മൾ ഫോർമുല യൂസ് ചെയ്തു. 5 ആഡ് ചെയ്തു, 2 നമ്മൾ അവിടെ മൈനസ് ചെയ്യണം. അപ്പൊ നമ്മൾ ആൻസർ ഇപ്പൊ നമ്മുടെ ഇമാജിൻ ചെയ്ത അബാക്കസിൽ 5 ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് -1 -1 ഇല്ല, ഇവിടെ ഓൾറെഡി 5 ഉള്ളു. അപ്പൊ -1ന്റെ ഫോർമുല യൂസ് ചെയ്യണം. -1 ഈക്വൽ -5 ആഡ് 4. അപ്പൊ 5 അവിടെ മൈനസ് ചെയ്തു, 4 നമ്മൾ അവിടെ ആഡ് ചെയ്തു. +8 +8 4 ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ അബാക്കസിൽ ഇപ്പൊ 4 ആ ഉള്ളത്. ഇനി നമുക്ക് 8 ആഡ് ചെയ്യണം. അപ്പൊ 8 അവിടെ ഇല്ല നമുക്കറിയാം. സോ ആഡ് 8 ഈക്വൽ -2 ആഡ് 10. 4ൽ നിന്നും 2 മൈനസ് ചെയ്തു. 10 സ്റ്റോറിൽ നിന്ന് നമ്മൾ 10നെ ആഡ് ചെയ്തു. അപ്പൊ 10ഉം 2 ആണുള്ളത്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 12 ആണ്. ക്ലിയർ ആണോ? മോസ്റ്റ് മിസ് അടുത്ത് ചെയ്തോളൂ. സമയം കളയണ്ട. കംപ്ലീറ്റ് ആയ ആളുകൾക്ക് നെക്സ്റ്റ് പേജ് ചെയ്യാവേ. തൈറ മിസ് കിട്ടുന്നില്ലേ? കുറച്ച് കിട്ടുന്നുണ്ട്, ശരിയായി വരുന്നതേ ഉള്ളൂ. സമയം എടുത്താലും കുഴപ്പമില്ല മിസ്സേ. നിങ്ങൾ കൂടുതൽ സമയം ഇരിക്കുക കേട്ടോ. കുറച്ച് കൂടുതൽ സമയം വേണം എന്നുള്ളവര് അതനുസരിച്ച് കുറച്ച് കൂടുതൽ ടൈം ഇരിക്കുക. അത്രേ ഉള്ളൂ. ചെയ്യാതിരിക്കരുത്. മറ്റുള്ളത് മനസ്സിലായി. ആ വിത്തൗട്ട് ആണോ സമയം എടുക്കുന്നത്? അത് ശരിക്കും മനസ്സിലായില്ല, കുറച്ച് കഴിഞ്ഞു. അത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് വെച്ചാൽ ബീഡ്സ് നിങ്ങൾ ഇമാജിൻ ചെയ്ത് തന്നെ കൊണ്ടുവരിക. നമ്മുടെ മുമ്പിലെ ടൂൾ ഉള്ളതായിട്ട് വിചാരിച്ചു. ഇപ്പൊ 2 എന്ന് പറഞ്ഞാൽ 2 ആഡ് ചെയ്താൽ എങ്ങനെ ഇരിക്കും നമുക്കറിയാലോ. യൂണിറ്റ് റോഡിൽ താഴെയുള്ള 2 2 അവിടെ ആഡ് ആയിട്ടുള്ള പിക്ചറാണ് 2. അപ്പൊ ആ ഒരു പിക്ചർ നമ്മളെ മൈൻഡിൽ കൊണ്ടുപോകാം. അടുത്ത വീണ്ടും ആഡ് 1 ആണ്. 1 ബീഡും കൂടെ ആഡ് ചെയ്യും. അപ്പൊ നമ്മൾ കൗണ്ട് ചെയ്യണം 1 2 3. പിന്നെ നമ്മൾ 5 ആഡ് ചെയ്യണമെങ്കിൽ അപ്പർ ബീഡാണ് 5 നമുക്കറിയാം. അപ്പർ ബീഡ് 5 ആഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഫിനിഷ് ആയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 5 6 7 8 ഇതാണ് നമ്മളെ ആൻസർ. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഭയങ്കര ബഹളത്തിലൊന്നും ഇരുന്നിട്ട് ആദ്യം നിങ്ങൾ വിത്തൗട്ട് പ്രാക്ടീസ് ചെയ്യാതിരിക്കുക. കാരണം എന്താ വെച്ചാല് നമുക്കൊരു കോൺസെൻട്രേഷൻ കിട്ടില്ല. മിസ് സൗണ്ട് ഉണ്ടാക്കുന്നത് മൈൻഡിൽ കേറിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എങ്ങനെ മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ മിസ് സംസാരിക്കണ്ടല്ലോ. അതെ അതാ ഞാൻ പറഞ്ഞേ. അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, നല്ല കോൺസെൻട്രേഷൻ വേണ്ട ഒരു സാധനമാണ് മൈൻഡ് കാൽക്കുലേഷൻ. അപ്പൊ ഞാൻ മൈൻഡിനൊക്കെ വർക്ക് കൊടുത്തിട്ട് മിണ്ടാതിരുന്ന അവര് വർക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ചെക്ക് ചെയ്യുക. ഇടയ്ക്ക് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റൂല. സത്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വീട്ടിലൊന്നും ഒരു ബഹളം ഇല്ലാത്ത സമയം എടുക്കുക. കാരണം നമ്മൾ പല കാര്യത്തിനെ ഡൈവേർട്ട് ആകുമ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെയ്തത് തന്നെ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യേണ്ടി വരും. തീർക്കാൻ പറ്റൂല. ഓക്കെ, ചെയ്തോളൂ.
ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. മിസ് ഫിനിഷ് ആയാ? നെക്സ്റ്റ് പേജ് സ്റ്റാർട്ട് ചെയ്തോളേ. ആബ്സെന്റ് ആയി പോയിട്ടുള്ള ആളുകൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വിളിക്കാൻ, മെസ്സേജ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ കൃത്യമായിട്ട് ചോദിക്കാൻ. ഇപ്പൊ നമുക്ക് നാളെ ക്ലാസ് ഉണ്ട്, പറ്റുന്നത്ര റെക്കോർഡ്സ് എടുക്കാം, വർക്ക് ചെയ്യാൻ പറ്റുന്നത്ര നാളത്തേക്ക് ചെയ്യുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഫ്രൈഡേ അല്ലേ നമുക്ക് ക്ലാസ് വരുന്നത്. അപ്പൊ അത് നോക്കി മാക്സിമം പോർഷൻസ് കവർ ചെയ്യാൻ പറ്റുക. അവിടെ ഇട്ടേക്കരുത് എന്നാണ് റിക്വസ്റ്റ്. കാരണം കംപ്ലീറ്റ് ആയി മിസ്. ഇവിടെ കുറെ പേര് ഒന്നും പറയാത്തവരുണ്ടല്ലോ. നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഒന്നുമില്ലേ? കംപ്ലീറ്റ് ആയിരുന്നല്ലോ, റെസ്പോൺസ് ഇല്ലല്ലോ. അത് കംപ്ലീറ്റ് തന്നെ. മറ്റേ നെക്സ്റ്റ് പേജ് ചെയ്യാൻ പറഞ്ഞില്ലേ? കംപ്ലീറ്റ് ആയിട്ട് അത് ചെയ്തോളൂ. ഓക്കെ. ഷിബില മിസ്, സാനിയ മിസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ചെയ്യുന്നുണ്ട് മാം. 6th ക്വസ്റ്റ്യൻ പറഞ്ഞത്. പേജ് നമ്പർ 25 ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് നമ്പർ 9. ആ. 9 ഞാൻ ആഡ് 9 എടുത്തു. നെക്സ്റ്റ് ആഡ് 3 ആണ്. അപ്പൊ നമുക്ക് 3 ചെയ്യാനില്ല. ആഡ് 3 ഈക്വൽ മൈനസ് അല്ല മാം, എന്തോ 8 അല്ലേ? മേലെ 5 വീടും താഴെ 3 വീടും 8 അല്ലേ? 25th 6 അല്ലേ മിസ്സേ? ആ അല്ലേ? 26 ആണോ പേജ്? 25th തന്നെ. അപ്പൊ അതിൽ താഴെ 4 ബീഡ്സ് ഇല്ലേ? 1 2 3 4 ഉണ്ടല്ലോ. പേജ് നമ്പർ മാറിയോ? അല്ല, 3 വീടുള്ളല്ലോ. 25 ആണോ 26 ആണോ? 25. അത് ഫസ്റ്റ് ക്വസ്റ്റ്യന് താഴെ 2 വീടുള്ളതല്ലേ? അത് 26ാമത്തെ പേജ് മിസ്സേ. അതെ, എനിക്ക് അത് മുതലേ കിട്ടാം. ഓക്കെ. അപ്പൊ നമുക്ക് 8 ആണ് ആദ്യം വേണ്ടത്. അപ്പൊ നമ്മൾ 8 എടുത്തു. അടുത്തത് ആഡ് 7 ആ. 7 അവിടെ ചെയ്യാനില്ല. അപ്പൊ ആഡ് 7 ഈക്വൽ -3 ആഡ് 10. അപ്പൊ നമുക്ക് 15 ആണ് ആൻസർ ഉണ്ടാവുക. അടുത്തത് ആഡ് 6 ആണ്. 6 നമുക്ക് അവിടെ ചെയ്യാനില്ല. അപ്പം ആഡ് 1 -5
ആഡ് 10. ഇനി നമ്മൾ വീട്ടിൽ ഇമാജിൻ ചെയ്യേണ്ടത് 21 ആണ് വരിക അവിടെ. 21 എടുത്തു. ഇനി -3 ആണ്. -3 ഇല്ല, 21 ആ ഉള്ളത്. അപ്പൊ 3 ഇല്ലാത്തതുകൊണ്ട് -10 ആഡ് 7. 20യിൽ നിന്നും 10 മൈനസ് ചെയ്തു. യൂണിറ്റ് റോഡിൽ 7 നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ 10ഉം യൂണിറ്റ് റോഡിൽ 8ഉം ആണ് ഉണ്ടാവുക. 18 ആണ് അവിടുത്തെ ആൻസർ. ഇത് നിങ്ങൾ ഇമാജിൻ ചെയ്ത് തന്നെ പോകണം. ആദ്യമൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ വീണ്ടും വീണ്ടും പറയുക, പിന്നെ അത് റെഡി ആവും. ആ ഡോർ ഷിബില അടച്ചാണ്. മിസ്സേ ചെയ്യുന്നില്ലേ? ഷിബില മിസ്സേ ആ ചെയ്യുന്നുണ്ട് മിസ്സേ. ഇതിൽ ഇനിയും കുറെ ആളുകൾ ആബ്സെന്റ് ഇല്ലേ? റഹ്മത്ത് മിസ് ഇല്ല. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കണേ. മിസ് ഇപ്പൊ ചെയ്തതിന്റെ ആൻസേഴ്സ് ഒന്ന് പറയാൻ പറ്റുമോ? ഓ, ഏതാ? 25ഉം 26ഉം വേണ്ടേ? അല്ല, 26ഉം 27ഉം അല്ലേ? 26 എല്ലാരും ഒന്ന് ചെയ്തവരെല്ലാരും ഒന്ന് ചെക്ക് ചെയ്യാം. എന്നാല് 12, 12, 12, 8, 1, 18, 6, 9, 11, 19. Next 16, 13, 14, 10, 13, 15, 9, 16, 10, 16. ഓക്കെ, അടുത്തത് 27th പേജ് കംപ്ലീറ്റ് ആയോ? 27th 3, 4, 5, 6, 11, 14, 15, 6, 7, 16. Next 14, 11, 10, 17, 11, 11, 10, 18, 13, 14. 28 ചെയ്തില്ലല്ലോ? ചെയ്തോന്നില്ല. ഓക്കെ, 28 എല്ലാരും ഒന്ന് ഫിനിഷ് ആകുമ്പോൾ പറയട്ടെ. എന്നാല് 28ലൊക്കെ നമ്മളെ 2 ഡിജിറ്റ്സ് ആണ് വരുന്നത്. എന്താ വെച്ചാൽ കേട്ടില്ല. 28 ഫിനിഷ് ആയിക്കണോ?
ആണോ? ഓക്കെ. ബാക്കി ഒന്നും എല്ലാരും കൂടെ ചെയ്യട്ടെ മിസ്സേ. 28ഉം 29ഉം ഒക്കെ 2 ഡിജിറ്റ്സ് ആണ് പിന്നീട് വരുന്നത്. അപ്പൊ ശ്രദ്ധിച്ച് ചെയ്യുക. മിസ്സേ ഓ 26-ലെ 20th ക്വസ്റ്റ്യന് ആൻസർ 8 അല്ലേ? ആയിരിക്കും നോക്കാൻ. 26ലെ 17ആ? 20th ക്വസ്റ്റ്യന് 20th ക്വസ്റ്റ്യനാ? ആ 26ലെ 20 അല്ലേ? ആ 16 അത് അല്ലേ? 16 ആ മിസ്സേ. ആദ്യം 6 then add 9 equal -1 add 10. കിട്ടിയോ? ചിലപ്പോ എന്റെ തെറ്റുണ്ടാവേ, ഇതൊന്ന് നോക്കണം. അതാ എല്ലാരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണേ. എല്ലാ ദിവസവും ക്ലാസ്സിൽ കയറും, അത്രയും നിങ്ങൾ ചെയ്താൽ മതി. അപ്പൊ തന്നെ നിങ്ങൾ പകുതിയായി. ഇല്ലെങ്കിൽ മാം നിങ്ങൾക്ക് ആകെ 26-ല് കൺഫ്യൂഷൻ ആവും. 13 ഓ ഒന്ന് പറഞ്ഞല്ലോ. എന്താ മിസ്സേ? 26-ല് 13. ഓ 26ലെ 13 ഫസ്റ്റ് ആഡ് 9 ആണ്. 9 നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അബാക്കസിൽ എടുത്തു. അടുത്ത -8. അപ്പൊ 9 നമ്മൾ -8 കഴിഞ്ഞാൽ അവിടെ 1 ഉള്ളൂ നമുക്ക് കണ്ട്. അടുത്തത് ആഡ് 7. അപ്പൊ യൂണിറ്റ് റൂളിൽ ഡയറക്റ്റ് ആയിട്ട് 7 ആഡ് ചെയ്തു. ഇപ്പൊ നമ്മൾ 5, 6, 7, 8. ഇനി നമുക്ക് 6 ആഡ് ചെയ്യണം. 8 ഇവിടെ ഉണ്ട്, 6 ആഡ് ചെയ്യണം. അപ്പൊ 6 ആഡ് ചെയ്യാനില്ല. ആഡ് 6 ഈക്വൽ ആഡ് 1 -5 ആഡ് 10. അപ്പൊ നമുക്ക് 14 ആണ് അവിടുത്തെ ആൻസർ വരിക. ഒരു മിനിറ്റ്. ആഡ് 10 ആഡ് 1 ആഡ് 1 അങ്ങനെ ചെയ്തൂടെ? ഏതാണ്? അല്ല മാഡം പറഞ്ഞ ഇക്വേഷൻ റിവേഴ്സ് എടുത്ത് പറഞ്ഞാൽ ആ മതി. അത് രണ്ടും ഈക്വലാ. ആഡ് 10 -5 ആഡ് 1 ചെയ്താലും ഓക്കെ. നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചത് അതുപോലെ ചെയ്തോ. 14. 14 ആണ് ആൻസർ. ഇതായിട്ട് കുറച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കണം നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ വർക്ക് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഹോംവർക്ക് പോലെ തരുന്നതും ബാക്കി നമ്മൾ ക്ലാസ്സിൽ ഇങ്ങനെയുള്ള പ്രാക്ടീസ് സെക്ഷന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതും. മിസ്സേ ഓ 27-ലെ 4 അല്ലേ? 67ലെ 4 തേർഡ് ക്വസ്റ്റ്യന്. തേർഡ്. ആ തേർഡിന്റെ ആൻസർ 4 അല്ലേന്ന് ചോദിച്ചേ? ആ അതെ 4. മാം ഒന്ന് നോക്കണം. ഞാൻ 5 ആ പറഞ്ഞ. 27ലെ തേർഡ് ക്വസ്റ്റ്യൻ 4 ആട്ടോ ആൻസർ. എല്ലാരും തെറ്റിട്ടുണ്ടാവൂലേ? ഞാൻ തെറ്റിയിട്ടില്ല. ഞാൻ ഒന്നുകൂടി നോക്കിയിട്ട് ആ എഴുതാനുള്ള ശരി. ഓക്കെ. ടീച്ചർമാരായപ്പോ ഒന്നും പേടിക്കാനില്ല. അല്ല, തെറ്റുള്ളതാകുമ്പോ മേലെ ആൻസർ ഒന്ന് വെറുതെ എഴുതി വെക്കും, പിന്നെ ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കും. ആ ആ നമ്മുടെ കൂടെ ഒരു മിസ് ഉണ്ടായിരുന്നല്ലോ, ഡ്യൂ ഡേറ്റ് ഒക്കെ അടുത്ത. ആളുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞോ? ആ ഇന്നും ഡെലിവറി കണ്ടില്ല. കഴിഞ്ഞു. ആണല്ലേ? കഴിഞ്ഞു പറഞ്ഞാണ്ട് ഗ്രൂപ്പിൽ വന്നീനി. ആ ശരി. കുറെ ദിവസമായോ? ഇല്ല, കുറച്ച് ദിവസമായിട്ടുള്ളൂ. കുറച്ച് ആ ദിവസം കുറച്ച് ദിവസമൊക്കെ ആയി. എന്താ ബേബി ബോയ് ആയിരുന്നോ ഗേൾ ആയിരുന്നോ? ബോയ് അല്ലേ? പോയി തോന്നണേ. ആ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ക്ലാസ്സിൽ എന്തോ കണ്ടുപോയി ഓർത്തു. പിന്നെ ഞാൻ ആളുടെ പേരേ മറന്നു. ഇടയ്ക്കല്ലേ മിസ് ഉണ്ടായിട്ടുള്ളൂ.
ഫർസാന മിസ്സേ, ഇവിടെ കഥ പറയാൻ പോയതാട്ടോ അവിടെ. വേഗം അങ്ങോട്ട് ചെയ്യേ ഇറക്ക്. നസ്രത്ത് മിസ്സേ ചെയ്യുന്നുണ്ടോ? ടു ഡിജിറ്റ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ചെറുതായിട്ടുണ്ടാവൂലേ? ചെറുതായിട്ടുണ്ട്. വൺ ഡിജിറ്റ് തുടങ്ങിയപ്പോ അങ്ങനെയല്ല, പിന്നെ നമ്മള് ഏകദേശം പഠിച്ചില്ലേ, അതേപോലെ തന്നെ ടു ഡിജിറ്റ് തുടങ്ങിയിട്ടല്ലേ ഇല്ല, അപ്പൊ ചെറുതായിട്ട് പ്രശ്നം, പിന്നെ നമ്മളെ കൂടെ വരും. ഇനി എന്ത് ചെയ്യണം അറിയാം, കടയിൽ പോയി സാധനം വാങ്ങി ബില്ലൊക്കെ കിട്ടുമ്പോ വെറുതെ ഇരുന്ന് കൂട്ടി വെക്കണം വിത്തൗട്ടില്. എന്ത് കിട്ടിയാലും എല്ലായിടത്തും ഉപയോഗിക്കുക. ഗൂഗിൾ പേ ആയതുകൊണ്ട് അതിനൊരു ഓപ്ഷൻ ഇല്ലാന്നറിയാം, എന്നാലും പിന്നെ കഴിഞ്ഞോ? എന്താ ഡൗട്ട് ആയിട്ടിരിക്കുക? എല്ലാം കഴിഞ്ഞതാണോ? എന്നോടാണോ മാം? അല്ല, മൂസന മിസ്സേ വീഡിയോ സ്റ്റെക്കാ. ഞാൻ ചോദിച്ച ആള് വെറുതെ നോക്കിയിരിക്കണ പോലെ കണ്ടപ്പോ ഡൗട്ടാണോ ചോദിച്ചു. മാം 26-ൽ 20 ഒന്ന് പറഞ്ഞുതരുമോ? 26-ലെ 24. അവിടെ നമ്മൾ ആദ്യം 6 ആണ് ആഡ് ചെയ്യുക. യൂണിറ്റ് റൂള് നമ്മൾ 6 ആഡ് ചെയ്തു. അടുത്ത നമുക്ക് 9 ആഡ് ചെയ്യാം. അപ്പൊ 9 ആഡ് ചെയ്യല്ല, അപ്പൊ ആഡ് 9 ഈക്വൽ -1 ആഡ് 10. 6-ൽ നിന്നും 1 മൈനസ് ചെയ്തു, 10 നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് 15 ആണ് അവിടെ ആൻസർ ഉണ്ടാവുക. അടുത്തത് -6 ആണ്. -6 നമ്മൾ ഫോർമുല -10 Add 5 minus, sorry, add 3. -6 ഈക്വൽ -10 ആഡ് 4. -6 add 4 ഡയറക്റ്റ് ആ, ചെയ്യാം. 4 ചെയ്യാലോ. അപ്പൊ നമുക്ക് അവിടെ 4 ചെയ്തു. അപ്പൊ നമുക്ക് 9 ആൻസർ കിട്ടും. നെക്സ്റ്റ് നമുക്ക് ആഡ് 7 ചെയ്യാനല്ലോ. അപ്പൊ ആഡ് 7 ഈക്വൽ -3 ആഡ് 10. ഓക്കെ, അപ്പൊ 11 ആൻസർ. 16 അപ്പർ ബീഡ് ഉണ്ട് അവിടെ. ഒരു 5 ഉണ്ട്. ആ, 16 ആണ് ആൻസർ. ആ, 26th പേജ് ചെയ്ത് ഫിനിഷ് ആയി. ഓക്കെ, ഇനി നെക്സ്റ്റ് 27 ചെയ്ത് വെക്കാം മിസ്സേ. ഇതേപോലെ ഇത്തിരി സമയം എടുത്താലും കുഴപ്പമില്ല മിസ്സേ. വീട്ടിൽ നിന്ന് ഇതേപോലെ പ്രാക്ടീസ് ചെയ്യാട്ടോ. ലീവായി പോയി നോക്കണ്ട, ഇനി അങ്ങോട്ടൊന്ന് ഹാർഡ് വർക്ക് ചെയ്യാം.
ആ ലീവിനും കൂടെയുള്ള എക്സ്ട്രാ വർക്ക് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൊണ്ട് കയറി വരാം. വർക്ക് കുറച്ച് പെൻഡിങ്ങിൽ ഉണ്ടാവുന്നേ ഉള്ളൂ. നമ്മൾ പഠിച്ച സാധനങ്ങൾ തന്നെയാണ് ഇവിടെ നമുക്ക് ഉപയോഗിക്കാനുള്ളത്. കാരണം ഫോർമുല മാറ്റമില്ല, സെയിം ഫോർമുലയാണ്, അതിലൊന്നും ചേഞ്ചസ് ഇല്ല. ഞാൻ ഫസ്റ്റ് എക്സാമിന്റെ പേപ്പർ ചെയ്ത് നോക്കി. എനിക്ക് ആകെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഫസ്റ്റിന്റെ ആണോ മിസ്, സെക്കൻഡിന്റെ ആണോ? ഫസ്റ്റ് ലെവലിന്റെ ആദ്യം സെക്കൻഡിന് നടന്ന എന്തോ എക്സാമിന്റെ ആ 2 ആ ഡിജിറ്റ് ഓക്കെ. ആദ്യം നടന്ന എക്സാമിന്റെ തന്നെയല്ലേനാ? കഴിഞ്ഞ ലാസ്റ്റ് തന്നതാണോ ഞാൻ മിസ്സിന് അയച്ചത്? എനിക്ക് തോന്നുന്നു സെക്കൻഡ് ലെവലിന്റെ ആണെന്ന്. അതാണോ? ആ ഫസ്റ്റ് ലെവലിന്റെ തോന്നുന്നു. സെക്കൻഡ് ലെവലിന്റെ ആണ് ഞാൻ അയച്ചു തന്നത്. അതെ, എനിക്കത് തോന്നുന്നു അതാണെന്ന്. അതന്നെ, അത് ഞാൻ ചെയ്ത് ആ നോക്കി. മിസ് ഇടയ്ക്ക് വെച്ച് അങ്ങ് ആ ഒരു കണ്ടിന്യൂഷൻ ഇല്ലാതായി പോയില്ലേ, കുറേ ദിവസം ലീവായി പോയില്ലേ. ബാക്കി മോസിന മിസ്സിനെ ഹെൽപ്പ് ചെയ്ത കേട്ടാ, ക്ലാസ് ഒക്കെ പറഞ്ഞു പ്രോബ്ലംസ് വെരി ഒക്കെ ഗുഡ്. clear ആയിരുന്നു. അത് നിങ്ങൾക്കും ഗുണമാണ്, പറഞ്ഞിരുന്ന ആളുകൾക്കും ഗുണമാണ് കേട്ടോ. എല്ലാവരും അത് യൂസ് ചെയ്യാം. ഞാൻ അതാ കഴിഞ്ഞ ദിവസം പറഞ്ഞു. മിസ് എപ്പോ ചോദിച്ചാലും പറഞ്ഞുതരും. കാരണം അത്രയും ഇതായി പോയതുകൊണ്ടേ ആ മാഡത്തിനോട് ചോദിച്ചതിന്റെ ബുദ്ധിമുട്ട്. മിസ്സായിരുന്നോ ഗ്രൂപ്പിലിട്ടത്? എനിക്ക് മോസന മിസ് റിപ്ലൈ കൊടുത്താണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച അത് പറഞ്ഞുള്ള കാര്യം. അല്ല, അന്ന് ഞാനല്ല, അത് ആ ഞാനല്ലായിരുന്നു. ആ പിന്നെ ഞാൻ പേഴ്സണലിയാ ചോദിച്ചത്. ആ ശരി. പിന്നെ നിങ്ങൾക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പല റഫ് ബുക്കിലെങ്കിലും എഴുതി വെച്ചിട്ട് വരിക. അടുത്ത ക്ലാസ്സിൽ ഇവിടെ ക്ലാസ്സിൽ തന്നെ ക്ലിയർ ചെയ്യാന്നുള്ള രീതിയിലേക്ക് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ വെച്ച് തരാം കേട്ടോ. ഉം ഉം എല്ലാ ഡൗട്ടും നമ്മൾ ക്ലിയർ ചെയ്യാം മാക്സിമം. ഉം മെയിനായിട്ട് നിങ്ങൾ റെഗുലർ കയറിയാൽ മതി. കയറി കഴിഞ്ഞാൽ നിങ്ങൾ 90% നിങ്ങൾ ഓക്കെ ആയി. ഉം. ഇനി കാരണം ശ്രമിക്കാതെ കുറച്ചുണ്ട് പ്രശ്നങ്ങളായിട്ടേ. ഇനിയുള്ളത് മിസ് മാക്സിമം നോക്കി. ഉം. ശ- നാളെ നമ്മൾ ഡിക്റ്റേഷൻസ് ഒക്കെ ഇടാം. അപ്പൊ എല്ലാരും ഒന്ന് ജോയിൻ ആവണം കേട്ടോ. നമുക്ക് ചെയ്യാവുന്ന അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫുൾ മാർക്ക് എന്നതല്ല, നമുക്ക് ഉം. സ്വന്തമായിട്ട് എത്രത്തോളം അറിയാം, നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടിയിട്ട്, നമുക്ക് തന്നെ അറിയാൻ വേണ്ടിയിട്ടാ, വേറൊന്നുമില്ല. ഓക്കെ. മോസ്ന മിസ് ഞങ്ങൾ എവിടെ പോയിരുന്നു? ഇവിടെ ഞങ്ങൾ കുറച്ച് പുകഴ്ത്തി പറഞ്ഞായിരുന്നു. ഓ തന്നെ മിസ്സായല്ലോ. അതെ, എന്ന് റിപ്പീറ്റ് ചെയ്യില്ല. നല്ല ചീത്തയായിരുന്നെങ്കിൽ ഞങ്ങൾ പറഞ്ഞേ, നല്ലതായതുകൊണ്ട് ഞങ്ങൾ റിപ്പീറ്റ് ചെയ്യില്ല. എന്റെ നെറ്റ്വർക്ക് ഇടയ്ക്കിടെ കട്ടായി പോയി. ഞാൻ ഇപ്പൊ നോക്കുമ്പോ മിസ്സിനെ കാണുന്നില്ല. എന്റെ നെറ്റ്വർക്ക് പോയി, കുറച്ചേരം നിന്നു. വൈഫൈ അല്ലേ മിസ്സേ? അതെ, ആയതുകൊണ്ടാണ് ഇടക്കിടക്ക് കട്ടാവുന്നേ. ശരി. ഡിക്റ്റേഷൻ ഉണ്ടേ, ആരും കേൾക്കാത്തല്ലോ? എല്ലാരും കേട്ടില്ലേ? എന്താ മിസ്സേ? മാം 27 സിക്സ് ക്വസ്റ്റ്യൻ. 27 ആദ്യം ആഡ് 6, അടുത്തത് ആഡ് 8 ആണ്. 8 നമുക്ക് വരുമ്പോ അവിടെ കോമ്പിനേഷൻ ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. ആഡ് 8 ഈക്വൽ ആഡ് 10 -5 ആഡ് 3. അപ്പൊ നമുക്ക് 14 ആൻസർ കിട്ടും. അടുത്തത് -5 ആണ്. -5 ഈക്വൽ -10 ആഡ് 5. അപ്പൊ 9 ആണ് ആൻസർ വരിക. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? 5 ആണ് ആഡ് ചെയ്യേണ്ടത്. ആഡ് 5 ഈക്വൽ ആഡ് 10 -5. 14 ആണ് ആൻസർ. കോമ്പിനേഷൻ ഒക്കെ വരുമ്പോ ഒന്നും ടെൻഷൻ ആവുന്നു വേണ്ട. അതൊക്കെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ. മാം ഒരു 27 കൂടി
അല്ല സോറി 7 കൂടി പറഞ്ഞുതരാം. 7 27 7ൽ നമുക്ക് ആദ്യം 7 ആഡ് ചെയ്യാം, ആ വീണ്ടും 7 ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് അവിടെ കോമ്പിനേഷൻ ഫോർമുലയാണ് ആഡ് 10 മൈനസ് 5 ആഡ് 2. ആ അപ്പൊ 10ഉം ഇവിടെ 4ഉം ഉണ്ടാവുക, 14 ആണ് ഉണ്ടാവുക. നെക്സ്റ്റ് -8 ആണ്. -8ന്റെയും കോമ്പിനേഷൻ ആണ് വരിക -10 ആഡ് 5 -3. അപ്പൊ 1 ആൻസർ അല്ല സോറി 6 ആൻസർ. അടുത്തത് ആഡ് 9 ആണ് വരുന്നത്. ആഡ് 9 ഈക്വൽ 15 ആൻസർ. യെസ് 15 ആണ് ആൻസർ. നാല് പേജ് ചെയ്തവരാരെങ്കിലും ഉണ്ടോന്ന്? 29 വരെ 26, 28 27, 28, 29 വരെ കംപ്ലീറ്റ് ആയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? 29ഉം കംപ്ലീറ്റ് ആയ ആൾക്കാർ. കംപ്ലീറ്റ് ആയിട്ടില്ല മിസ്സേ. സ്റ്റാർട്ട് ചെയ്ത് 2-3 ക്വസ്റ്റ്യൻ ആയിട്ടുള്ളൂ. 29. ഓക്കെ. കംപ്ലീറ്റ് ആയി മിസ്സേ. ഓക്കെ സർ. നമ്മളെ ബുദ്ധിയൊക്കെ മരവിച്ചതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പ്രശ്നം. സമയം എടുക്കുന്നത്. സമയം എടുക്കുന്ന എനിക്ക് എനിക്ക് ഇതിനൊക്കെ പെട്ടെന്ന് ആൻസർ പറഞ്ഞെന്ന്. ഞാൻ ചെയ്യാന്ന് വെച്ച് ഞാനാണെങ്കിൽ പഞ്ചിട്ട് ഇത് ചെയ്യാൻ പറ്റാതെ അങ്ങനെ ഇരിക്കാം. പുസ്തകം തുറന്നു വെച്ചിട്ട് പറ്റാന്നുണ്ടെങ്കിൽ ചെയ്യാലോന്ന്. അപ്പൊ എന്നോട് അത് വെച്ച് ശരി. ഞാൻ ഈ ബുക്ക് ഇവിടെ ഈ പേജ് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ വെച്ച്. അത് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഡൗട്ട് അല്ലേ എപ്പോഴും മക്കൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന്? അവര് നമ്മളെക്കാൾ വേഗത്തിൽ ചെയ്യും. നമ്മളെ അപ്പൊ അത് പഠിത്തമായിട്ടുള്ള ഒരു ടച്ച് കുറച്ച് നാള് ഓ മിസ്സേ ഫിനിഷ് ആയ 29. ഓക്കെ ഇടയ്ക്കൊന്ന് റേഞ്ച് ഓക്കെ കട്ടായതുകൊണ്ട് ഓക്കെ. ലാഗായി പോയി. അപ്പൊ ഇത് നമ്മൾ എന്താ പറയാ, നമ്മൾ ആ ഒരു ടച്ച് വിട്ടു പോകുന്നോണ്ടാണ് നമുക്ക് ഇത്ര ഒരു സമയം എടുക്കുന്നത്. ഇതൊരു ഭയങ്കര ഹാർഡായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നത്. ഇവരൊക്കെ സെക്കൻഡ് ലെവല് പഠിച്ചിട്ടുള്ളൂ. ആ കംപ്ലീറ്റ് ആയ ഓക്കെ. നാളത്തേക്ക് ഞാൻ പ്രത്യേകിച്ച് ഹോംവർക്സ് ഒന്നും തരുന്നില്ല. പക്ഷെ നാളെ നമുക്ക് ഡിക്റ്റേഷൻ ഉണ്ടായിരിക്കും. അതേപോലെ നാളെ നമ്മൾ ഹോംവർക്കും തരുന്നതായിരിക്കും. ആരും മിസ്സാക്കരുത്. എല്ലാരും കയറണം.
മിസ് 28ന്റെ ആൻസർ പറഞ്ഞായിരുന്നോ? ഏതില്ല, ഇല്ല 28ന് ആൻസർ പറഞ്ഞില്ല മിസ്സടി. പറഞ്ഞുതരാം. 105, 92, 78, 81, 110, 68, 47, 87. Next is 64, 72, 133, 71, 99, 90, 63, 65.